ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ 69, 96 തുടങ്ങിയിട്ടുള്ള എൻജിൻ നമ്പേഴ്സ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനും ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള നമ്പറാണ് 69ഉം 96ഉം. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ കണ്ടു തുടങ്ങിയത് 69 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ്. ഈ 69 കണ്ടിന്യൂസ്ലി കണ്ടു തുടങ്ങിയിട്ട് ഞാനിത് എന്താണെന്ന് സെർച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ നമ്പേഴ്സ് എന്താണ് കാണുന്നതെന്ന്. അറ്റ് ദ സെയിം ടൈം തന്നെയാണ് ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്നുള്ളതും ഞാനിങ്ങനെ ചാനൽസ് വഴിയും ആ സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമുക്ക് യൂണിവേഴ്സായിട്ട് ഏതെങ്കിലും ചാനലോ അല്ലെങ്കിൽ ഒരു ഗുരു എന്നുള്ള പോലെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ അങ്ങനെ ഞാനും റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 69, 96 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് ഭയങ്കരധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ 69ഉം 96നെയും കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു സൈൻ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ടല്ലേ, ഒരു വെളുത്തതും അതുപോലെ തന്നെ ഒരു കറുപ്പുമായിട്ടുള്ള രണ്ട് വളയങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിങ്ങനെ കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ യിങ് യാങ് എനർജി എന്ന് പറയാം. ഇവിടെ യിങ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫെമിനൈൻ എനർജീനെയും യാങ് എന്ന് പറയുമ്പോൾ അത് ഒരു മസ്കുലൈൻ എനർജീനെയുമാണ് മെൻഷൻ ചെയ്യുന്നത്. ശരിക്കും ഈ യിങ് യാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മളുടെ ഇന്ത്യയിലത്തെ അല്ല, അതൊരു ചൈനീസ് തത്വാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുമ്പോൾ ശരിക്കും സ്ത്രീ സ്വഭാവത്തെയാണ് യിൻ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ശാന്തം, അല്ലെങ്കിൽ ഒരു രാത്രിഭാവം, ഇരുണ്ടത്, അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ, പലതരത്തിലുള്ള ഇമോഷൻസ്, ഇതിനൊക്കെയാണ്. അതായത് ഒരു ഫെമിനിൻ എനർജിയുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ യിങ് പറയാം. അതുപോലെ തന്നെ യാങ് എന്ന് പറയുമ്പോൾ അതൊരു പുരുഷ സ്വഭാവത്തെയാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് വളരെ ആക്റ്റീവ്, വെളിച്ചം, അതുപോലെ തന്നെ ആക്ഷൻ. ഇത് അവരുടേതായിട്ടുള്ളൊരു ഭാഷയിലുള്ളൊരു മീനിങ്ങാണ് പറഞ്ഞത്. ഇത് നമുക്കൊരു അതായത് ശരിക്കും എന്താ പറയാന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമാണ്, എന്നാൽ അല്ലേ, കറുപ്പും വെളുപ്പുമാണ്, പരസ്പര വിരുദ്ധമാണ്. പക്ഷെ അത് ഒരിക്കലും വേർപ്പെടാനും കഴിയില്ല. അത് ഒരുമിച്ചാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, രാത്രി ഇല്ലെങ്കിൽ പകലില്ല, അല്ലെങ്കിൽ പകലുണ്ടാവില്ല, അല്ലെങ്കിൽ പകൽ മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ ഒരു വിശ്രമം വേണമല്ലോ. നമ്മൾ കുറേ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വിശ്രമം വേണം. അതുപോലെ തന്നെ വികാരം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വെച്ചാൽ ഒരിക്കലും ലോജിക്ക് എന്ന് പറയുന്ന സാധനം പൂർണ്ണമാവില്ല. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അത് ബാലൻസ് ചെയ്യൽ തന്നെയാണ്. അത് ഏതൊരു വേർഷനിൽ എടുത്തു കഴിഞ്ഞാലും ബാലൻസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഫെമിനൈൻ്റെയും മസ്കുലൈൻ്റെയും ഇൻ്റഗ്രേഷൻ, അതായത് ഇന്നർ ബാലൻസ്, ഇമോഷണൽ ആൻഡ് ലോജിക്കൽ ഹാർമണി, റിലേഷൻഷിപ്പ് ബാലൻസ്, ഇതൊക്കെയാണ് യിങ് യാങ് എനർജി നമുക്കൊരു ട്വിൻ ഫ്ലെയിം ആശയവുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഒരു ഫെമിനൈൻ എനർജി ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഒരു മസ്കുലൈൻ എനർജിക്ക് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഫെമിനൈൻ എനർജിയുടെ റോൾ എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്താണ്, അതായത് യിങ് എനർജിയുടെ റോൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ, അതുപോലെ തന്നെ സറണ്ടർ, ഹീലിംഗ്, ഇന്നർ വർക്ക്, ഇതൊക്കെയാണ്. യാങ് എനർജിയിലേക്ക് വരുമ്പോൾ ഒരു ഡി എം ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ DMൻ്റെ റോൾ എന്തൊക്കെയാണ്? ആക്ഷൻസ് എടുക്കണം, ഡിസിഷൻസ് എടുക്കണം, പ്രൊട്ടക്ഷൻ തരണം, ഫിസിക്കൽ മൂവ്മെൻറ്റ് എടുക്കണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, ഇതൊക്കെയാണ് വരിക. അപ്പോൾ ഒരു യൂണിയൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ പോരാ എന്നുള്ളതാണ് ഒരു പ്രധാന സത്യം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള യിങ് യാങ് ബാലൻസിങ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു യൂണിയൻ ഉണ്ടാകുന്നതും നമ്മുടെ ഇന്നർ യൂണിയൻ ഉണ്ടാകുന്നതും ആ ഇന്നർ യൂണിയൻ നമുക്ക് ഔട്ടർ യൂണിയനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതും. ഇനി നമുക്ക് 69ലേക്ക് വരാം. അപ്പോൾ ഈ 69 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ എന്താണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യ സമയത്ത് ഞാൻ 69 ഒരുപാട് കണ്ടിരുന്നു. അപ്പോൾ അത് ഈ ഒരു 6 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ, അതായത് 69 നമ്മൾ മൊത്തത്തിൽ ഒരു ടോട്ടലി ആഡ് ചെയ്യുമ്പോൾ 6 + 9 15 വരും. അപ്പോൾ 5 + 1 6. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന സംഖ്യ ന്യൂമറോളജി പ്രകാരം ഒരുപാട് സ്നേഹം, ഹാർമണി, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ കുടുംബം, നമ്മുടെ ഒരു ഇമോഷൻസിൻ്റെ ഒരു തുല്യമായിട്ടുള്ളൊരവസ്ഥ, അതുപോലെ തന്നെ ഒരു സേക്രഡ് യൂണിയൻ, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അത്രയും ആഴത്തിലുള്ള ഒരു ആത്മീയ നിലയിൽ ഒരു സ്ത്രീ തൻ്റെ ഉള്ളിലുള്ള സ്ത്രീ പുരുഷ എനർജീനെ ഏകീകരണത്തെയാണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ 69 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഫെമിനൈൻ, അതായത് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻ
ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് വരുമ്പോൾ 69 ആ യാത്രയുടെ ഫസ്റ്റ് സമയത്ത് ആരംഭഘട്ടത്തിൽ പ്രത്യേകിച്ചും സെപ്പറേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനായിട്ടുള്ള പലതരത്തിലുള്ള ഒരു എന്താ പറയുക ഫ്ലഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഒരു ഫെമിനൈൻ എനർജിയുടെ ഒരു സന്തുലനാവസ്ഥ ബാലൻസിങ് തെറ്റും. കാരണം അവിടെ ഡിസ്ട്രോട്ടഡ് ആണ് ഫെമിനൈൻ എനർജി. ആ സമയത്ത് ഫെമിനൈൻ എനർജി കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന നമ്പറാണ് 69 എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ യൂണിവേഴ്സ് എന്താണ് തിങ്കിങ് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ ഉത്കണ്ഠ വിടുക, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ടോക്കുകളിൽ നിന്നൊക്കെ ഒഴിവാവുക, കോഡിപ്പെൻഡൻസി അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം. എത്രയും വേഗം നിങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളുടെ യൂണിവേഴ്സ് അറിഞ്ഞോ അറിയാതെയോ ആ നമ്പർ കൊണ്ട് നമ്മളിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോട്ടഡ് ഫെമിനൈൻ എനർജിയിലായിരിക്കുമ്പോൾ. ഇനി 69 എന്ന് പറഞ്ഞ നമ്പർ ആ ഫസ്റ്റ് സമയത്ത് മാത്രമല്ല നമ്മൾ കാണാം. ലാസ്റ്റ് നമ്മൾ ഒരു ഇന്നർ യൂണിയനിൽ എത്തുമ്പോഴും നമ്മുടെ ഹാർമോണിയസ് യൂണിയനിലേക്ക് എത്തുമ്പോഴും ആ സമയത്ത് എല്ലായ്പ്പോഴും നമ്മൾ ഈ 69 നമ്പർ കാണും. ഇനി ഒരുവിധം ഹീലായി കഴിയുന്ന സമയത്ത്, അതായത് ആ ഫസ്റ്റത്തെ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ 69 എന്ന് പറഞ്ഞ നമ്പർ കാണും. അപ്പോൾ നമ്മുടെ ഹീലിങ്ങും കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. കാരണം ആ സമയത്താണ് നമുക്ക് അബാൻഡൻമെൻ്റ് ആയിട്ടുള്ള വൂൺസ് ഇതൊക്കെ നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ പുറത്തുള്ള ആളുകളെ നോക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സ്വയം നോക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിചരിക്കണം. ഇൻഡ്യൂഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം നിങ്ങൾ തിരികെ കൊണ്ടുവരണം എന്നുള്ളൊരു സന്ദേശം നമുക്ക് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി അല്ലെങ്കിൽ ഒരു ബിഗ് സെപ്പറേഷനൊക്കെ വരണം കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡ് ഉണ്ടല്ലോ. ആ സമയത്ത് 69 കാണുമ്പോൾ ഒരു ഫെമിനൈൻ എനർജി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനാണ് ആ ഒരു ഫേസിൽ 69 കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീലിങ്, ഷാഡോ വർക്ക്, അതുപോലെ തന്നെ ഇന്നർ അലൈൻമെൻറ്റ് അതൊക്കെ ആ ഒരു ഘട്ടങ്ങളിൽ 69 കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആവണം. നമ്മുടെ ഫെമിനൈൻ്റെ എനർജീനെ എംപവേർഡ് ചെയ്യിപ്പിക്കണം. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഇൻറ്റ്യൂട്ടീവ്ലി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്നും വീണ്ടും നിങ്ങൾ മാറേണ്ടതുണ്ട്, ഹീൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ നമ്പർ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും ഒരു റീയൂണിയൻ സൈൻ അല്ല നമ്മൾ കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് സ്റ്റാറ്റസ് ഓഫ് മൈൻഡിലാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജിലാണോ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളത് ആ സ്റ്റേജിൽ നമ്മൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നമ്പർ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ അപ്പോൾ എന്താണോ അതുമായിട്ടാണ് നമ്മൾ ആ ഒരു നമ്പറിൻ്റെ മീനിങ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഒരു ഏഞ്ചൽ നമ്പർ ഒരിക്കലും നമ്മുടെ യൂണിയനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നില്ല. പകരം നമുക്കുള്ള പാത്ത് ഓപ്പൺ ആക്കി തരുന്നുണ്ട്, പലതരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് തന്നുകൊണ്ട്. ഇനി നമ്മൾ മസ്കുലൈൻ എനർജിയുടെ ഒരു യാങ് എനർജിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്ന നമ്പറാണ് 96 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 96 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാസ്കുലൈൻ എനർജിയുടെ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കുന്ന നമ്പറാണെന്ന് പറയാം. അപ്പോൾ ആരംഭഘട്ടത്തിൽ അവർക്ക് വളരെയധികം ഈഗോ, ആങ്കർ, അതുപോലെ തന്നെ കൺട്രോൾ ഇഷ്യൂ, അതുപോലെ വിക്ടിം മെൻറ്റാലിറ്റി DMൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. ഇതൊക്കെ ഒരു മസ്കുലൈനിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവർ ആ സമയത്ത് 96 കാണുമ്പോൾ അതിൻ്റെ മീനിങ് ഇംബാലൻസ്ഡ് ആണ്, അതായത് ഡിസ്ട്രോട്ടഡ് ഡിവൈൻ മസ്കുലൈനാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കും കാണിച്ചു തരും ആ നമ്പർ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മീൻ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഡിസ്ട്രോട്ടഡ് മസ്കുലൈൻ എനർജിയിലാണ് DM ഉള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിലെ തന്നെ ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള മസ്കുലൈൻ എനർജിയെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതുണ്ട് എന്നും അതിന് മറുവശത്തുള്ള അർത്ഥമാണ്. കാരണം നമ്മൾ ഹീലിംഗ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ 96 കാണും. അതിൻ്റെ അർത്ഥം എന്താണ്? മസ്കുലൈൻ എനർജി സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹീലിംഗ് വെർഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ 69 കാണുമ്പോൾ എന്താണ്? നമ്മളുടെ ഫെമിനൈൻ എനർജി സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്സ്റ്റേണൽ ഡൈനാമിക്കിൽ ഒരു മാറ്റം, പ്രത്യേകിച്ചും നമ്മുടെ സ്വന്തം എനർജിയിൽ മാറ്റം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റം കൊണ്ടുവരണമെന്നും ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് ചിലവർ ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മസ്കുലൈൻ എനർജിയിൽ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇംബാലൻസ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് കാണുമ്പോൾ നമ്മൾ ആ സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇനിയും ബാലൻസിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുമ്പോൾ ഈ 69 ആണെങ്കിലും 96 ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ റീയൂണിയനിലേക്ക് കൊണ്ടെത്തിക്കുക എന്നല്ല ചെയ്യുന്നത്. ഈ റീയൂണിയനിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള നമ്മുടെ വൈബ്രേഷനെ ഹൈ ലെവലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഓരോ സ്റ്റേജിലും ഏഞ്ചൽ നമ്പേഴ്സ് തരിക. ഇപ്പോൾ
എനർജി ലോ നമ്മൾ ഫിയർ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ഈ നമ്പർ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ ഈ ഹീലിംഗ് ചെയ്യാനുണ്ട്, ഇനിയും ഹീലിംഗ് ചെയ്യണം, കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ബാലൻസ്ഡ് ആണ്, നമ്മൾ അലൈൻഡ് ആണ്. അപ്പോൾ ഈ മെസ്സേജ്, ഈ ഒരു നമ്പേഴ്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് മെസ്സേജാണ് നമ്മളതിൽ നിന്ന് റീഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെയധികം പ്രോഗ്രസ് ആയിട്ടുണ്ട്, നമ്മൾ അലൈൻമെൻറ്റിലാണ് എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ അവരവരുടെ സ്റ്റേജിനും അവരവരുടെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മീനിങ്ങിൽ ചേഞ്ച് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 69, 96, അതുപോലെ തന്നെ യിൻ യാങ് സിമ്പല് മനുഷ്യൻ്റെ ഉള്ളിലും സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്. അപ്പോൾ അത് ആ ഒരു എനർജി, ഇവിടെ എല്ലാം ഒരു എനർജിയുടെ കളിയാണ്. ആ ഒരു എനർജി ബാലൻസ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഒരു യിൻ യാങ് ബാലൻസിങ് നമ്മുടെ ഉള്ളിലായി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത, ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ചേസിങ്ങൊക്കെ വളരെയധികം കുറച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് തോന്നുന്നുണ്ടായിരിക്കും. ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും മറ്റൊരാളുടെ പ്രേരണ കൊണ്ടായിരിക്കില്ല, നാച്ചുറലി നമ്മളായിട്ടൊരു ഫോഴ്സ് ഇല്ലാണ്ട് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വളരെയധികം ഹെൽത്തിയർ ആയിരിക്കും. അതുവരെയുള്ള റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല, നമ്മൾ ബാലൻസ്ഡ് സ്റ്റേറ്റിലെത്തുമ്പോൾ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പും വളരെ ഹെൽത്തിയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ട്വിൻ ഫ്ലെയിം ജേണിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന 2 നമ്പേഴ്സും കൂടിയാണ് 69ഉം 96ഉം. Thank you universe, thank you divine.